ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അണ്ടർ വാട്ടർ ഫിഷ് ചെയ്യുന്ന പണി തീർന്ന 3 സ്പിയർ ഗണ്ണുകളെ കുറിച്ചുള്ള വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ആ സ്പിയർ ഗണ്ണ് കാണാം. അതിനുശേഷം അതിൻ്റെ ഡീറ്റെയിൽസ് ബാക്കി ഞാൻ പറഞ്ഞുതരാം. നമുക്കത് ഗണ്ണെന്ന് കാണാം. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പിയർ ഗണ്ണുകൾ. 3 എണ്ണമാണ് പണി കഴിഞ്ഞത്. അപ്പം അതിൻ്റെ എടുത്തിട്ട് കാണിച്ചേക്കാം. അതായത് ഇതിപ്പം ഇത് തേക്കിൻ്റെ തടിയാണ്. നേരത്തെ ഞാൻ ഉണ്ടാക്കി കൊടുത്തോണ്ടിരുന്നത് ഒരെണ്ണം ഉണ്ടാക്കി കൊടുത്തെന്ന് പറഞ്ഞാൽ അത് മഹാഗണിയായിരുന്നു. നമുക്ക് തടി കിട്ടാത്തതുകൊണ്ട് ഞാനത് പറഞ്ഞിട്ടുണ്ട്, തേക്കിൻ്റെ തടി കിട്ടിയിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇത് തേക്കിൻ്റെ തടി തന്നെയാണ്. ഇത് മൂന്നും തേക്കിൻ്റെ തടി തന്നെയാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അകത്തെ സാധനമെല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ്. അമ്പും സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ്. പിന്നെ അറ്റത്ത് ഞാൻ ആ തെറ്റ് നോക്കാൻ വേണ്ടിയിട്ട് ടേപ്പ് വിറ്റതാണ്. ലോക്കുണ്ട്, ലോക്കിന് ഇവിടെ അറ്റത്ത് ലോക്കുണ്ട്. ഞാനത് തെറ്റ് നോക്കാൻ വേണ്ടിയിട്ട് ടേപ്പ് വിറ്റതാണ് അതിനിടയ്ക്ക്. പിന്നെ ഇത് ചരട് 10 മീറ്ററോളം ചരട് ഇട്ടിട്ടുണ്ട്. പിന്നെ അണ്ടർ വാട്ടറിൻ്റെ ചെയ്യുന്നതിൻ്റെ റീലിന് അറിയാമല്ലോ, റീലിന് നല്ല വില വരുന്നതാണ്. റീൽ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അത് വേണ്ടവർക്ക് വേണമെങ്കിൽ തരാം. ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോ ആയിട്ടില്ല, അതിന് പണി തീർന്നില്ല. അപ്പോൾ അത് 2 ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പിന്നീട് കാണിച്ചു തരാം. അപ്പോൾ അത് വേണ്ടവർക്ക് ഞാനത് കാണിച്ചു തരാം. പിന്നെ ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയാനൊന്നുമില്ല. നേരത്തെ ഞാൻ ഉണ്ടാക്കിയ ആ മോഡൽ തന്നെ, ആ ഡിസൈൻ തന്നെയൊക്കെ തന്നെയാണ്. പ്രത്യേകിച്ച് ഇനി വേറെ ഒന്നും പറഞ്ഞില്ല. പിന്നെ ഞാൻ തെറ്റി കാണിക്കാം. സാധാരണ സ്പിയർ ഗണ്ണുകൾ സാധാരണ നമ്മൾ കരയ്ക്ക് അങ്ങനെ തെറ്റാറില്ല, മണ്ണിലൊന്നും അങ്ങനെ തെറ്റാറില്ല, വെള്ളത്തിലാണ് തെറ്റി കാണിക്കുന്നത്. ഞാനിപ്പം അവിടെ നമുക്ക് പ്രശ്നമില്ല, തെറ്റി കാണിക്കാം. പിന്നെ നേരത്തെ പോലെ തന്നെ മീൻ അടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ലോക്കുണ്ട്. ഈ ലോക്ക് ഊരിയിട്ട് മീൻ നമുക്ക് ഈസിയായിട്ട് നമുക്കത് ഊരിയെടുക്കാം. അല്ല വേറെ വലിയ റിസ്ക് ഒന്നുമില്ല. ഇത് കൊളുത്താ, ചുമ്മാ അങ്ങോട്ട് ചൂണ്ടയുടെ കൊളുത്താ. ഇത് വേണ്ട, ഇത് ഇതിലോട്ട് കൊളുത്തിയും കിട്ടാൽ മതി, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ ഈ റബ്ബറെന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ വില കൂടിയ റബ്ബറുകളൊന്നുമല്ല, അറിയാമല്ലോ. സാധാരണ നമ്മൾ റബ്ബറാണ്, ഗേജ് കൂടിയ റബ്ബറാണ്. ഇപ്പം ഒരെണ്ണം 13 mm, പിന്നെ ഒരെണ്ണം 10 mm, അങ്ങനെ 2 റബ്ബറായിട്ടിരിക്കുന്നത്. ഇത് സാധാരണ റബ്ബർ ബാൻഡിൻ്റെ തന്നെ ഗേജ് കൂടിയ തിക്നെസ്സുള്ള റബ്ബർ. അകത്തായിട്ട് 3 mm ഹോളേ ഉള്ളൂ. പുറമേ 13 mm, അകത്ത് 3 mm ഹോൾ മാത്രമേ ഉള്ളൂ. ഇത് വലിയ ലാസ്റ്റ് ചെയ്യുന്ന റബ്ബറൊന്നും ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ. നമുക്കിപ്പോൾ കിട്ടിയ റബ്ബർ ഇതാണ്. മറ്റേ റബ്ബറുണ്ട് 1 മീറ്ററിന് തന്നെ ആമസോണിൽ കിടപ്പുണ്ട്. 1 മീറ്ററിന് തന്നെ 1500 രൂപയോളം വില വരുന്നുണ്ട്. അതിന് മുകളിലാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം ഇതിന് വലിയ വിലയുള്ള റബ്ബറൊന്നുമല്ല. ഉപയോഗിക്കുക, പോയി കഴിയുമ്പോൾ മാറി വേറെ റബ്ബർ ഇടുക എന്നുള്ളൂ. പക്ഷേ ഇത് കളയായിരുന്നാൽ മതി. ഇതിൻ്റെ അറ്റത്ത് വെക്കുന്നത് ചരടല്ല, ഇത് സ്റ്റീലിന് തന്നെ 4 mm കമ്പിയാണ്, സ്റ്റീൽ തന്നെ. ഇത് കളയായിരുന്നാൽ മതി. അത് നിങ്ങൾക്ക് തന്നെ അത് ഇടാൻ പറ്റുമോ? അത് ഞാൻ തെറ്റി കാണിച്ചുതരാം. കറിക്കൂടെ മണ്ണ് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ മണ്ണും കൂടെ ഞാൻ തെറ്റി കാണിച്ചുതരാം. അപ്പം ആ മണ്ണും കൂടിയാണ് ഞാൻ തെറ്റാൻ പോകുന്നത്. കാണാമല്ലോ, അതിവിടെ നിന്നൊരു 5-6 അടിയോളം ദൂരമുണ്ട്. സാധാരണ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. ഞാനിത് കഴിഞ്ഞ് ഒന്നുകൂടെ തെറ്റി കാണിച്ചുതരാം. അപ്പം നമ്മൾ ആദ്യമേ വലിയ റബ്ബർ വലിച്ചു വെച്ചു. അതിനുശേഷം ചെറിയ റബ്ബർ വലിച്ചു വെച്ചു. അപ്പം ഞാൻ തെറ്റുവാണേ, കാണാമല്ലോ. നല്ല പിൻ പോയിൻറ്റ് ഷാർപ്പാണ് കേട്ടോ. നല്ല അങ്ങോട്ടും ഇല്ല, ബെറ്ററില്ല, ഇങ്ങോട്ടും ഇല്ല, കറക്റ്റ് നേരെയാണ് പോകുന്നത്. ഇനി നമ്മൾ സാധാരണ ഇനി അത് മാടി വെക്കുന്നത് ഞാൻ കാണിച്ചുതരാം. ആ രീതിക്ക് മാടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കെട്ട് വീഴത്തില്ല ചരട്. ശരിക്കും 10 മീറ്റർ ചരടൊക്കെ ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ചിലപ്പം കെട്ട് വീഴാൻ സാധ്യതയുള്ളൂ. പക്ഷേ ഇത് നമ്മൾ മാടുന്നതിൻ്റെ ആ ഒരു രീതിക്ക് മാടുവാണെന്നുണ്ടെങ്കിൽ അത് കെട്ട് അധികം വീഴത്തില്ല. പക്ഷേ ഇതിൽ കൂടുതൽ ചരട് ഇടാൻ പറ്റില്ല. ചരട് അങ്ങനെ ഇടാൻ അതിന് നമ്മൾ റീൽ മസ്റ്റായിട്ട് റീൽ ഉപയോഗിക്കണം. നമ്മൾ ഇതുപോലെ തന്നെ എന്താ പറയുക, മീൻ അടിച്ചു കഴിഞ്ഞാൽ അന്നേരം ഈ കുളത്തങ്ങ് ഊരുക. ഈ കുളത്തങ്ങ് ഊരിയിട്ട് ആ മീൻ നമുക്ക് ഊരിയെടുക്കാം. ഇനി ചെയ്യാൻ പോണത് നമ്മൾ ഇത് കണ്ട ഇതിൻ്റെ ഫ്രണ്ട് വഴി ഈ റബ്ബർ ഇടയ്ക്കൂടെ കയറുക. ഇത് കണ്ട അതുപോലെ ഇവിടെ നിൽക്കാറ് ലോക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ഇത് കിട്ടുന്ന ആ കയറ് വലിച്ച് കിട്ടുന്ന സാധനമുണ്ട്. ഇത് ഇങ്ങനെ പുറകോട്ട് ഇട്ടേ എപ്പോഴും ലോക്ക് ചെയ്യുള്ളൂ. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ 50 ലോക്ക് ആകത്തില്ല. ഇങ്ങനെ ഇട്ടേ ലോക്ക് ചെയ്യുള്ളൂ. ഇത് അവിടെ വന്ന് കിടന്നോളും. ഇങ്ങനെയാണ് ലോക്ക് ആവുള്ളൂ. നമ്മൾ ചരടെ പിടിച്ച് ജസ്റ്റ് ഇത് വലിച്ചാൽ മതി. സെക്കൻഡ് കയറി ലോക്കായിട്ട് ലോക്കായി. അതിനുശേഷം ഈ ഞാനിപ്പോൾ തടയാൻ കാര്യം പറ്റും. ഞാനിപ്പോൾ പുറകോട്ട് വലിച്ചിരുന്ന കാര്യം പറഞ്ഞില്ല. ഈ ലോക്ക് അത് കയറി തട്ടുന്ന ഇത് കണ്ടോ. ഇത് ഫ്രണ്ടിൽ ചെറിയൊരു ഇത് 2 കൊത പോലെ കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ. അതേ കൂടെ ഇങ്ങനെ കോർത്തെടുക്കുക, അടിക്കൂടെ എടുക്കുക. അപ്പോൾ ഈ അമ്പ് പിന്നെ അനങ്ങത്തില്ല അവിടെ നിന്ന്. അതിനുശേഷം നമ്മൾ ഇത് ചെയ്യുന്നത് മുകളിൽ നിന്ന് അടിയിൽ നിന്ന് കയറി ലോക്ക് ഇത് കയറി ഇട്ടരുത്. മുകളിൽ കൂടെ എടുക്കുക. അവിടെ നിന്ന് വരുന്ന കയറി നേരെ ഇതിൻ്റെ മുകളിൽ കൂടെ എടുത്തിട്ട് ഇങ്ങനെ പിന്നെ അങ്ങ് സാധാരണ പോലെ അങ്ങ് ചുറ്റി ചുറ്റി വിടുക. അന്നേരം അത് അധികം കെട്ടി വീഴത്തില്ല. ഇവിടെ വീടൊക്കെ ചില പോരായ്മകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. പക്ഷേ ഈ റബ്ബർ വലിച്ച് കൊളുത്തിട്ട കാര്യം കഴിച്ചു. ഇത്രയേ ഉള്ളൂ. ഇത് കണ്ടു. ഇത്രയേ ഉള്ളൂ എൻ്റെ പരിപാടി. നമ്മൾ പറയുന്നതിനകത്ത് ചില പോരായ്മകളൊക്കെ ഉണ്ട്. അതൊക്കെ ക്ഷമിക്കുക. എന്നുമ്പോഴത്തെ ഈ സാധനം വലിച്ചിടുമ്പോഴത്തേക്ക് എപ്പോഴും ഫ്രണ്ടിലേക്ക് ഇട്ടാൽ ശ്രമിക്കും. ഈ സാധനം ഈ കുളത്ത് ഫ്രണ്ടിലേക്ക് ഇടാനായിട്ട് എപ്പോഴും ശ്രദ്ധിച്ചോണം. ഈ കുളത്ത് അതിനുശേഷം മുമ്പത്തെ പോലെ തന്നെ വലിച്ച് വെക്കുക, അടിക്കുക. ഒരെണ്ണോടെ ഞാൻ അതോടെ അടിച്ച് കാണിച്ചുതരാം. ഇതൊന്ന് അടിച്ച് കാണിച്ചുതരാം. ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇവിടെ വലിച്ച് വെക്കുന്ന സ്ഥലം ഇവിടെ ഞാൻ റെഡിയാക്കിയിട്ടില്ല. ഇത് കണ്ടോ, ഇത് റെഡിയാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ഇതിന് ചെറിയ വ്യത്യാസമുള്ളൂ. ഇതിൻ്റെ പിടി ഇച്ചിരി വളഞ്ഞതും ഇതിൻ്റെ പിടി നേരെയായതും അത് ആ വ്യത്യാസമുള്ളൂ കേട്ടോ. അത് ചുമ്മാ ജസ്റ്റ് ഒന്ന് വളച്ചിട്ട് നോക്കിയതാണ് എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാനായിട്ട്. അപ്പോൾ ഇത് ഒന്നുകൂടി ഞാൻ തെറ്റി കാണിച്ചത്. ഇതുകൊണ്ട് ഇത് ചരട് കയറ്റിയിട്ടില്ലേ. ഒത്തിരി കട്ടിയൊന്നുമില്ല കേട്ടോ. അത് കാണുമ്പോൾ ഒന്നും ഭയങ്കര കട്ടിയാണ്. ഒന്നും കട്ടിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനൊരു 5-8 ഒരു 4-5-6 മീറ്റർ അകലത്തിലാണ് നിൽക്കുന്നത് കേട്ടോ. ഒരു 6 മീറ്ററോളം അകലമാണ്. 6 മീറ്റർ അല്ലേ കൂടുതലുണ്ട്. ഉണ്ടോ, നല്ല ഷാർപ്പായിട്ടാണ് ആ കഴുന്ന് പോയി നിൽക്കുന്നത് കേട്ടോ. അതിൻ്റെ ആ കൂലി നല്ല ഷാർപ്പായിട്ടാണ് നിൽക്കുന്നത്. ഈ മൈക്കിന് വയറുള്ള കാരണേ ഇനി ഉടക്കും. വേണ്ട, നല്ല ഷാർപ്പാണ്. അത്രയും മണ്ണത് മുഴുവൻ കയറിയത്. അപ്പോൾ ഞാനിത് പിന്നെ വേറെ തെറ്റി കാണിക്കേണ്ട കാര്യമില്ല. ആ ഉടക്ക് ഞാൻ അറ്റത്ത് ആ ടേപ്പ് കിട്ടിയിട്ടില്ലെങ്കിലേ തടഞ്ഞു കയറി കഴിഞ്ഞാൽ പിന്നെ ഊരി പോരുകയില്ല. അപ്പോൾ ഇതാണ് ഇതിനകത്തിപ്പോൾ ഒരെണ്ണം ആ കയറി ചുറ്റി വെച്ചേക്കുന്ന മിക്കാറും പോകും. അതിപ്പോൾ ഒരാൾ വരും അത് കൊണ്ടുപോകാനായിട്ട്. ഒരാൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ തെറ്റാലിക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഒരെണ്ണം ഇപ്പോൾ പോലും 2 ഇരിപ്പുണ്ട്. പിന്നെ വേറെ പണിയുന്നുണ്ട്. അപ്പം അത് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി. വിളിക്കുകയോ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മതി. ഈ സാധനം ഞാൻ കൊറിയർ അയച്ചു തരും കേട്ടോ. കൊറിയർ അയക്കണമെന്നുണ്ടെങ്കിൽ കൊറിയർ അയച്ചു തരും. അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നല്ല നല്ല വീഡിയോകൾ ഇനിയും ചെയ്യാനായിട്ടുള്ള പ്രേരണ ഉണ്ടാകണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. അപ്പം നിങ്ങളെൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ
ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കമൻറ്റുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കമൻറ്റുകൾ അത് തന്നെ അറിയിക്കുക. ഓക്കെ, നന്ദി, നമസ്കാരം.